ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളക്കടല കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് അളവിലാണ് വെള്ളക്കടല എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 3-4 മണിക്കൂറോളം നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ രാത്രിയിലൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ വെള്ളക്കടലയൊക്കെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകി വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റാം. കടലയെല്ലാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതായത് നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് ഒന്ന് അരച്ച് കിട്ടാനായിട്ട്. നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണ്ട, പക്ഷേ ഇരുന്നാലും എല്ലാം ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ തരിയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 2 ചെറിയ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവാള തന്നെ മതിയാവും. അപ്പോൾ ഈ സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് കൂടി പോകരുത്, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി. ഇതുപോലെ ഒരു പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി അതും ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പെരിഞ്ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ പെരിഞ്ജീരകവും ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുഴുവൻ പെരിഞ്ജീരകമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വരെ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അപ്പോൾ അതും ചേർക്കുകയാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി, അപ്പോൾ അതും ചേർക്കുകയാണ്. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില കുറച്ച് കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 സ്പൂൺ അളവിൽ കടലമാവും കൂടി. ഈ കടലപ്പൊടിക്ക് പകരം നമുക്കിതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരേ 1 ടീസ്പൂൺ അളവിൽ ഒരല്പം മാത്രം എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ ഒരല്പം മാത്രം ഒരേ 1 ടീസ്പൂൺ അളവിൽ എണ്ണ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. അതായത് ഒരുപാട് വെള്ളമായിട്ടോ അങ്ങനെയൊന്നും പാടില്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നല്ലതുപോലെ നോക്കിയതിന് ശേഷം അതായത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഏകദേശം 1-2 മിനിറ്റിന് നമ്മൾ നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴും മാത്രമേ ഈ മസാലയൊക്കെ നമ്മുടെ ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. നമുക്കിനി പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കേണ്ട. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളറ് മാറിപ്പോയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പക്കോട എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകം മറക്കണ്ട. നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമുക്കിതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല റിച്ച് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളക്കടല കൊണ്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു പക്കോട തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.